നമ്മൾ ചൂരൽമലയിലെ നമ്മുടെ ലതയുടെ വീട്ടിൽ ഷെൽട്ടർ ഹോമിൽ ലതയോടൊപ്പം 5 കുടുംബങ്ങളും താമസിക്കുന്ന ഷെൽട്ടർ ഹോമിൽ ഇപ്പോൾ റിപ്പോർട്ടർ TV ഓണായിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ സ്ഥലത്തേക്കൊന്ന് പോവാണ്. ദീപക് മോഹനും ലത ചേച്ചിയും നമുക്കൊപ്പം ചേരുന്നു. ലത ചേച്ചി, സന്തോഷമായോ? ദീപക്, പടമൊക്കെ വന്നോ TV-യിൽ? ലത ചേച്ചിയുടെ കയ്യിൽ ഒരു മോനിരിപ്പുണ്ടല്ലോ, മോളുടെ മോനാണോ? റിപ്പോർട്ടർ TV തന്നെയാണ് കാണുന്നത്. മോൻ അവനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക TV-യിൽ അല്ലേ? എന്താ അവന്റെ പേര്? നിമയ്ക്ക് TV-യിൽ എന്ത് കാണാനാ ഇഷ്ടം? നിമയ്ക്ക് എന്ത് കാണാനാ TV-യിൽ ഇഷ്ടം? TV കാണുന്നതാണ് സാർ പറയുന്നത്. TV കാണണമെന്നാ ഇഷ്ടം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി വിശ്രമവേളകളൊക്കെ ആനന്ദമാവട്ടെ, ചെറിയ ആശ്വാസമാവട്ടെ അല്ലേ ചേച്ചി? എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന സീരിയലും TV-യും വാർത്തയൊക്കെ കാണും അല്ലേ? എനിക്കും എന്റെ എല്ലാവർക്കും എന്റെ ഞാൻ ചോദിച്ചതാണ് സാർ. ചേച്ചിയുടെ ഒപ്പം അവിടെ എത്ര പേരുണ്ട് ചേച്ചി? 6 കുടുംബമുണ്ട് ഇവിടെ. അതാ എല്ലാരും അമ്മമാരും ഒക്കെയാണ് അല്ലേ? ഇവരുടെ വീടുകളിൽ പലരും വീടൊന്നും ഇല്ലാതായിട്ടുണ്ടാവും. അമ്മമാരെല്ലാരും ഉണ്ട്. അപ്പൊ മുണ്ടക്കായി, അട്ടമ്മല, ചുരൽമലക്കാരെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷമാവട്ടെ. ഇനി സ്വന്തം വീടുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ പറ്റട്ടെ. ഉള്ള സമയം നിങ്ങൾ കുടുംബമായിട്ട് കഴിയുക. റിപ്പോർട്ടർ TV ഒക്കെ കാണുക, മറ്റു ചാനലുകളും ഒക്കെ കാണുക. നമ്മളെ മാത്രമല്ല, എല്ലാ ചാനലുകളും കാണുക, സന്തോഷമായിട്ടിരിക്കുക. മോനെ അധികം നേരം TV കാണിക്കണ്ട കേട്ടോ, അവൻ പഠിക്കട്ടെ. എന്നാലും കുഞ്ഞു കാർട്ടൂണൊക്കെ കാണാം. ഓക്കെ, അപ്പൊ എല്ലാ അമ്മമാരോടും സ്നേഹാന്വേഷണം അറിയിക്കുന്നു. സന്തോഷം. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്. ദീപക്, അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ, അവരുടെ പേരുകൾ? ഓക്കെ, നമ്മൾ മനോഹരമായ കാഴ്ചയാണത് ആ അർത്ഥത്തിൽ. താങ്ക് യു ദീപക്, താങ്ക് യു ലത ചേച്ചി. സുന്ദരമായ ഒരു കാഴ്ച കൂടിയാണ്. വലിയ ദുരന്തങ്ങൾക്കിടയിലും ചെറിയ ചെറിയ ആശ്വാസത്തിൻ്റെ പച്ചപ്പ് എന്ന് നമ്മൾ പറയില്ലേ, അതൊക്കെയല്ലേ നമ്മളും അവർക്കും ഒക്കെ സാധ്യമാവൂ. ഇനി കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ദീപക്, അവിടെ ഇരിക്കുന്ന അമ്മമാരുടെ പേര് കൂടി ഒന്ന് ചോദിക്കോ? ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. അപ്പോൾ എന്തായാലും ലത ചേച്ചി ഹാപ്പിയാണ്. തൽക്കാലം ഹാപ്പി എന്ന് പറയാൻ കഴിയില്ല, ചെറിയൊരു റിലാക്സേഷൻ ഈ ഒരു ഒറ്റപ്പെടലിനിടയിൽ ഒരു TV-യുടെ കൂട്ടുകൂടി ലത ചേച്ചിക്ക് വരികയാണ്. അപ്പോൾ ദീപക്, സന്തോഷം. അപ്പോൾ ചാനലൊക്കെ ഓൺ ചെയ്ത് കൊടുത്തു. നമുക്കതിൻ്റെ വരിസംഖ്യയും നമുക്ക് തന്നെ അടച്ചു കൊടുക്കാം. 6 മാസത്തേക്ക് ആണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പുതിയ വീട് വരുന്നത് വരെ നമുക്കതിൻ്റെ കേബിൾ കണക്ഷൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് തന്നെ ഏറ്റെടുത്ത് കൊടുക്കാം ദീപക്. അപ്പോൾ അതിനൊന്നും അതിന് പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ടതില്ല. 6 കുടുംബങ്ങളും തൽക്കാലം സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക്